ഹായ് ഗൈസ്, ഞങ്ങളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങോട്ടാണെന്നല്ലേ? അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം. അതല്ലേ അതിൻ്റെ ഒരു മജ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം. അവിടെ നിന്നാണ് നമുക്കുള്ള ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂസഫ് അലി ഖാൻ്റെ ലുലു കയറി ഒരു ഇച്ചിരി സാധനം മേടിക്കണം. സാധനവും മേടിച്ച് എയർപോർട്ടിൽ പോവുക, വിമാനത്തിൽ കയറുക, പോയി ഇറങ്ങുക. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ കറക്റ്റ് പറയുകയാണെങ്കിൽ കരുനാഗപ്പള്ളി ആയിട്ടുണ്ട്. റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ട്. വൈകുന്നേരം 12:30 ഫ്ലൈറ്റ്. പക്ഷെ എങ്കിലും നമ്മളൊരു 8 മണിക്ക് ചെല്ലുക എന്നുള്ളൊരു ആചാരം ഉണ്ടല്ലോ. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 8 മണിക്ക് ചെല്ലണ്ട. നോക്കട്ടെ, ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ 8 മണിക്ക് തന്നെ ഒന്ന് കയറേണ്ടി വരും. എന്തായാലും ഭയങ്കര ബ്ലോക്കാണ്. ഈ റോഡ് പണി നടക്കുന്ന കാരണം. മഴയാണെങ്കിൽ ചെളി, വെയിലാണെങ്കിൽ പൊടി, ഒന്നും പറയണ്ട. വണ്ടി അപ്പുറം വഴിയൊക്കെ പോകുന്നു. നമ്മൾ പോകുന്ന വഴി തെറ്റാണോ? തെറ്റൊന്നുമല്ല, പുറകെ കുറേ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ചെന്നതിന് ശേഷം കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്താ ചെയ്യണം എന്നുള്ളത്. എയർപോർട്ടിൽ എന്നാ ചെയ്യണം, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്നാ ചെയ്യണം, ഒന്നും അറിയത്തില്ല. അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. ബാക്കിയൊക്കെ നമ്മളങ്ങ് വരുന്ന പോലങ്ങ് ചെയ്യും അല്ലേ? ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് കായംകുളം എത്താറായി. കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം, then ട്രിവാൻഡ്രം. ലുലുവിലൊന്ന് കയറണം, ഇച്ചിരി സാധനം മേടിക്കണം, പിന്നെ എയർപോർട്ടിൽ പോയി കുത്തിയിരിക്കണം. ഓൺലൈൻ ബോർഡിങ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എന്താണോ സൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ, അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ ചെല്ലുക എന്നുള്ള വഴിപാട് ഒഴിവാക്കാം. അതിനുശേഷം ചെന്നാൽ മതി. കുറച്ച് സമയം നമുക്ക് വെളിയിലൊക്കെ ഇരുന്നിട്ട് എയർപോർട്ടിൽ ബോറടി നോക്കിയാൽ മതിയല്ലോ. പിന്നെ ലോഞ്ച് ആക്സസ് SBIയുടെ ക്രെഡിറ്റ് കാർഡിന് കുറേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ അയക്കുന്ന ക്രെഡിറ്റ് കാർഡിന് ഇൻ്റർനാഷണൽ ലോഞ്ചിൻ്റെ ആക്സസ് ഇല്ല, ഡൊമസ്റ്റിക്കേ ഉള്ളൂ. അല്ലെങ്കിൽ ലോഞ്ചിലേക്ക് കയറിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാതെ. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ 2 രൂപയ്ക്ക് ഞാൻ ഒരുപാട് സാധനം തിന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കിനി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം. ഹൈവേയുടെ പണി ഇതൊന്ന് തീരുമോ? മഴയാണ് ഫുള്ള് ചെളി, വെയിലാണ് ഫുള്ള് പൊടി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി, കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 1 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പോൾ സമയം 10:30 ആയുള്ളൂ. 12:30 ഫ്ലൈറ്റ്. അതുവരെ ഇവിടെ ഇരിക്കാം. ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങാം. അവധിയുടെ സ്ഥിരം പരിപാടി ഫോണേ കളി. ഡ്രൈവർ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ മൈ ഡ്രൈവർ ചേട്ടൻ. നാട് വിട്ട് എത്ര ദൂരെ നാട്ടിൽ വന്നാലും നമ്മൾ നമ്മുടെ മസാല ദോശയെ മറക്കാൻ പാടുണ്ടോ? മസാല ദോശയും കോഫിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
ഓ ഫ്ലൈറ്റ് ഇരുന്ന് എൻ്റെ പൊന്നൊന്നും പറയണ്ട. ഇതാണോ ഫ്ലൈറ്റ്? ഇനി വില കുറഞ്ഞ ഫ്ലൈറ്റ് എടുത്തിട്ടാണോ എന്തോ 90 ഡിഗ്രിയിൽ നടുവ് വെച്ചിരുന്നുണ്ട് ഉറങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഇനി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അതുമില്ല. നമ്മുടെ നാട്ടിലെ പെയിൻറ്റുകളുടെ പോലത്തെ കടയൊക്കെ തന്നെയല്ലേ. ഡ്രൈവർ ചേട്ടൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് സീറ്റൊക്കെ പോച്ച് നിൽക്കുന്നുണ്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. എന്തോ ടൊയാറ്റോയുടെ എന്തോ അനിയൻ കമ്പനിയാണെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. ഹോണ്ടയുടെ WRV പോലെ ഇരിക്കും അല്ലേ. ഹോണ്ട വണ്ടി ഇഷ്ടംപോലെ ഉണ്ടോ? സിവിക്കൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഹൈലക്സ് പോലത്തെ വണ്ടി നടക്കുന്നു. വേഗം നിർത്താൻ പറ്റുന്നതല്ല, പക്ഷെ നമ്മുടെ ഡ്രൈവറെണ്ണം നമുക്ക് വേണ്ടി നിർത്തുന്നതാണ്. ഓക്കെ, കൊള്ളാം, സംഭവം കൊള്ളാം. വെൽ മെയിൻറ്റൈൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെയാണ്. സോ നൈസ്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രീൻ കളർ வந்து പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അതോ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. பிங்க் கலர் வந்து மாஸ்க். മോസ്കാ இந்த பிங்க். இதில் தான் வந்து நார்மலி ஆஃபீஷியல்ஸ், அதாவது ப்ரைம் மினிஸ்டர்ஸ்லாம் வந்து மீட்டிங் முடிச்சுட்டு ப்ரேயர்ஸ்க்கு வந்து வருவாங்க. மாட்டாயினோ உள்ளுக்கே வந்து ப்ரேயர்ஸ் ரூம் இருக்குது. பட் ஃப்ரைடே ப்ரேயர்ஸ் வந்து அதை அங்கே செய்ய முடியாது. அப்புறம் ஃப்ரைடே ப்ரேயர்ஸ் வந்து கண்டிப்பாக இங்கே வந்து இந்த மாஸ்க்குன்னு இல்லை, எனி மாஸ்க் தான் போகணும். சூறாவுன்னு சொல்லக்கூடிய இடத்துல அவங்க வச்சுக்கலாம். ஸோ நான் ஒரு ரவுண்ட் சுற்றி காட்டுறேன். பார்த்தீங்கன்னா புத்ராஜ அவங்களாம் இங்கே அப்புறம் அந்த மாஸ்க் அப்படின்னு படம் கொடுப்பாங்க. இப்போ வந்து ப்ரொஃபஸர் யூனுஸ் வரானால அதை க்ளோஸ் பண்ணி வச்சுருக்காங்க. இல்லைன்னு வச்சுக்கீங்களா, அந்த மேலோட கேட் வரைக்கும் நீங்கள் அவ்வளோ போகலாம்ல. எஸ், நார்மல் பேப்பர்ஸ் நார்மல் அந்த கேட் வரைக்கும் போகலாம். ஒன்றும் சொல்ல மாட்டாங்க. மலேசியா இஸ் வெரி பீஸ்ஃபுல் கண்ட்ரி. நம்மளுக்கு வந்து இந்த டெரரிஸ்ட் இந்த மாதிரிலாம் அங்கே வந்து கொடி பிடிக்கணும்னா ஃபேஸ்புக்கில் கொடி பிடிக்கும், டிக்டாக்ல கொடி பிடிக்கும், ஹேஷ்டேக் பண்ணுவோம். ஆனால் அங்கே ரோட்டில் போய்ட்டு யாரும் போய்ட்டு சண்டைலாம் போவோம். நைஸ், தட் இஸ் வெரி நைஸ். அப்படி அந்த மாதிரி செஞ்சாங்கன்னா அது வந்து எங்களுக்கு வந்து எப்படி சொல்கிறதுன்னா, அது ஒரு ஒகேஷன் மாதிரி. எப்படின்னா எல்லாம் சாப்பாடு எல்லாம் ஃப்ரீ ஃபுட் ஒரு பெனிஃபிட் மாதிரி செஞ்சுட்டு அங்கே நின்று எல்லாம் பேசிக்கிட்டு இருப்பானுங்க. யார் இருப்பான்னு தெரியல. முக்காசி பார்த்தீங்கன்னா ஹோம்லெஸ் பீப்புள் போட்டு கூட அங்கே தான் நின்று படம் பிடிக்கிறாங்க. நோ ப்ராப்ளம். பட் இந்தியாவில் அந்த மாதிரியான நடக்காது. ஸோ இங்கே வந்து எதுவாக இருந்தாலும் ரொம்ப ஒரு ஸ்லோவாக, ஒரு என்ன சொல்லுங்க, வெரி பீஸ்ஃபுல் கண்ட்ரி, பீஸ்ஃபுல்லாக தான் இருக்கும். அதனால தான் வந்து தி லெட் யூ அன்டில் பிரைம் மினிஸ்டர் ஆஃபீஸ். கிங் பேலஸில் வந்து ஏன் வந்து கேட் இருக்க மட்டும் விடுவாங்கன்னா, அந்த கிங்கை நீங்கள் பார்க்கும் போது அதுக்கு வந்து அந்த மரியாதை செய்யணும். ஸோ அது வந்து ரொம்ப பேருக்கு அது எப்படி செய்யறதுன்னு எல்லாருக்கும் தெரியாது. நம்மளோட கிங் வந்து நார்மலாக பைக்கில் வருவார், காடியில் வருவார். ஸோ இஸ் ஒன் ஆஃப் த சுல்தான் ஸ்விட்ச். எல்லா டைப் காடியும் வச்சிருக்கிற ஒரு சுல்தான்னா அவர் ஒரு சுல்தான். നമ്മൾ മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിന് ഫ്രണ്ടിലാണല്ലോ. ഇവിടെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മുടെ നാട്ടിലുള്ള പോലെ ഇല്ലാന്നാണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്. ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. നോക്കാം, കയറാൻ പറ്റുന്ന നമ്പർ നമുക്ക് നോക്കാം.
ഓ നൈസ്, ഫുൾ സെറ്റപ്പ് ആട്ടോ. കുറേ ആയിട്ട് കണ്ടുവരുന്നൊരു ബൈക്കാതെ. ഓക്കെ ഓക്കെ. ഇനി ഫോൺ എടുത്തില്ലടാ? നല്ല കട്ട വെയിലാട്ടോ അവിടെ. മലേഷ്യക്ക് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു സൺസ്ക്രീൻ മസ്റ്റ്, സൺസ്ക്രീൻ മസ്റ്റ്. നോക്കട്ടെ, ബംഗ്ലാദേശിൻ്റെ പതാകയൊക്കെ പാറി പറക്കുന്നുണ്ട്. അവിടുത്തെ ആരും ഇവിടെ വരുന്നുണ്ട് നോക്കിയാണ് പറയുന്നത്. നോക്കട്ടെ. ചേച്ചിമാരെ കൊച്ചിനെ വെച്ച് പറപ്പിക്കുക. ഫ്ലൈറ്റിൽ ഒരേ ഇരിപ്പിരുന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ക്ഷീണമുണ്ട്. എങ്കിലും നമ്മൾ വന്നല്ലേ. ഇവിടുത്തെ മോസ്കാണ്. പ്രൈം മിനിസ്റ്റർ ഓഫീസ്. ഓക്കെ, വില്ലപ്പൂക്കളും. നോക്കട്ടെ. സൂപ്പർ ബൈക്കാരൻ. തേങ് ഹുവ ടെമ്പിൾ. ഇത് തേങ് ഹുവ ടെമ്പിളാണ് കണ്ടോ. അവിടുത്തെ മെയിൻ പ്രതിഷ്ഠയെന്ന് തോന്നുന്നുണ്ടോ. മൂന്ന് മണിക്കാണ് ഹോട്ടലിൽ ചെക്ക്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ഒരു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഈ പേജ് മുഴുവൻ മറിച്ച് നോക്കിയാലും അവസാനം നമ്മൾ വന്ന് നിൽക്കാൻ പോകുന്നത് ഇതിലാണ്. ചിക്കൻ ബിരിയാണി, 2 ചിക്കൻ ബിരിയാണിയും പറഞ്ഞു, 2 മാംഗോ ജ്യൂസും പറഞ്ഞു. 19 റിങ്കറ്റാണ് ഒരു ചിക്കൻ ബിരിയാണിക്ക്. മാംഗോ ജ്യൂസിന് 9.90. വില പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡോളർ കയ്യിൽ മാറി വെച്ചിട്ടുണ്ട് റിങ്കറ്റായിട്ട്. അത് ഇങ്ങനെയാണ്. ബാക്കി നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ മാറുമ്പോൾ ഒരുപാട് ഇത് വരുന്നുണ്ട്, വ്യത്യാസം, റേറ്റിൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്ന വിലയൊക്കെ. നമുക്ക് നോക്കാം. പൈസയൊക്കെ തികയോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല. കുറച്ച് ഡോളർ ഞാൻ മാറി വെച്ചിട്ടുണ്ട്. ബാക്കി ഇല്ലെങ്കിൽ നമ്മളിവിടെ മാറും, ഇത്രയല്ലേ ഉള്ളൂ. വരുന്ന പോലെയൊക്കെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരു മലയാളി പുള്ളിക്കാരനാണ് വന്നത്, ഓർഡർ എടുത്തിട്ട് പോയി. ഇന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ടോ? കുഴപ്പമില്ല.
നമുക്കിനി 3 മണിക്കാണല്ലോ ചുറ്റും ഈ ബിരിയാണിയും കഴിച്ചിട്ട് 3 മണി വരെയോട്ട് ഇരിക്കണം. ഇപ്പോൾ സമയം എത്രയായി സമയത്തിന് 1:30 കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മളെ ബിരിയാണിയാണോ ഇവരുടെ ബിരിയാണിയാണോ നല്ലതെന്ന് അറിയട്ടെ. സംഭവം നോക്കട്ടെ. നമ്മളെ ബിരിയാണി ടേസ്റ്റ് തന്നെ അതെ. പറഞ്ഞോ അപ്പോൾ കഴിക്കട്ടെ, കഴിച്ചിട്ടാണോ? ബൈ.